ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിലെ ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്ന ഭാഗ്യവർണ്ണനകളിൽ ഒന്നാണ് ഇന്നത്തെ വേദഭാഗം. വിശപ്പും ദാഹവും ശമിപ്പിക്കപ്പെടേണ്ടത് ഏതൊരു ജീവിയുടെയും പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ്. ആഹാരത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും വില ശരിക്കും അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജനസമൂഹത്തോട് സംസാരിക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ വിശക്കേണ്ടതും ദാഹിക്കേണ്ടതും നീതിക്ക് വേണ്ടിയാണ്. മനുഷ്യന്റെ ശാരീരികമായ വിശപ്പും ദാഹവും ശമിപ്പിക്കാനുള്ള കൊതി പോലെ തന്നെ പ്രധാനമാണ് നീതിക്ക് വേണ്ടിയുള്ള കൊതി എന്ന് യേശു ഈ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് നീതി? തൻ്റെ പർവ്വത പ്രസംഗത്തിലുടനീളം യേശു വളരെ പ്രാധാന്യം നൽകിയ ഒരു ചിന്താവിഷയമാണ് നീതി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ യേശു പറയുന്ന 8 ഭാഗ്യവർണ്ണനകളിൽ 2 ഭാഗ്യവർണ്ണനകൾ നീതി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന 4-ാമത്തെ ഭാഗ്യവർണ്ണനയ്ക്കൊപ്പം 8-ാമത്തെയും അവസാനത്തെയുമായ ഭാഗ്യവർണ്ണനയും നീതി എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. യേശു ജീവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സാമൂഹ്യ പശ്ചാത്തലത്തിൽ നീതി എന്ന വാക്കിനെ നിർവചിച്ചിരുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ ദൈവത്തോടും മനുഷ്യരോടുമുള്ള തൻ്റെ കടമകൾ നിറവേറ്റുന്നതിനെയും താനായിരിക്കുന്ന സമൂഹത്തിൽ സാമൂഹികമായ ഐക്യം നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നതിനെയും ദൈവത്തിൻ്റെയും താൻ ആയിരിക്കുന്ന ദേശത്തിൻ്റെയും നിയമങ്ങളും ക്രമങ്ങളും കൃത്യമായി പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിനെയുമാണ് നീതി എന്ന് വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നീതിക്കായുള്ള വിശപ്പിനായും ദാഹത്തിനായും യേശു ആഹ്വാനം ചെയ്യുന്നതിലൂടെ ദൈവത്തോടും മനുഷ്യരോടും നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും പരിപൂർണമായി നിർവഹിക്കുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നു. ബലവാനായവന് ലഭിക്കുന്ന അമിത പരിഗണന അല്ല നീതി. ബലഹീനർക്കും നിശബ്ദരാക്കപ്പെട്ടവർക്കും അർഹമായ പരിഗണന ലഭിക്കുന്നതും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുമായ ഇടത്താണ് നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു സമൂഹം ദൃശ്യമാകുന്നത്. കുറെ നാളുകൾക്ക് മുൻപ് മനോരമ പത്രത്തിൽ വായിച്ച ഒരു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു മണിമാളിക പണിതു. മണിമാളികയോട് ചേർന്ന് ഒരു കൂറ്റൻ മണിയും അദ്ദേഹം സ്ഥാപിച്ചു. ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് തോന്നിയാൽ ഈ മണി അടിച്ചാൽ മതി, ന്യായാധിപൻ വന്ന് നീതി നടത്തും. ഇതായിരുന്നു മണി സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം. നാളുകൾ കടന്നുപോയി. അനേകർ ആ മണിയെ ഉപയോഗപ്പെടുത്തി. എന്നാൽ നാളുകളുടെ ഉപയോഗം കൊണ്ട് മണിയുടെ കയറിൻ്റെ നീളം കുറഞ്ഞു വന്നു. മണിയുടെ കയറിൻ്റെ നീളം കുറഞ്ഞു പോകുന്നത് കണ്ട ഗ്രാമവാസികളിൽ ഒരാൾ കുറച്ച് മുന്തിരിവള്ളികൾ ചേർത്ത് പിണച്ച് കയറിന് നീളം കൂട്ടി. ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു കുതിര ആ വഴി വന്നു. പ്രായാധിക്യം കാരണം അതിൻ്റെ ഉടമസ്ഥൻ ആ കുതിരയെ ഉപേക്ഷിച്ചതാണ്. മുന്തിരിവള്ളികൾ കണ്ട കുതിര സന്തോഷത്തോടെ അത് തിന്നാൻ തുടങ്ങി. കുതിര മുന്തിരിവള്ളികൾ തിന്നുന്നതിനിടയിൽ അതിനോട് ചേർത്ത് ബന്ധിച്ച് മണിയുടെ കയർ വലിയുകയും മണി മുഴങ്ങുകയും ചെയ്തു. മണിനാദം മുഴങ്ങിയപ്പോൾ ആ ശബ്ദം കേട്ട് ന്യായാധിപൻ സ്ഥലത്തെത്തി. കാര്യങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം കുതിരയുടെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി കുതിരയെ സംരക്ഷിക്കാൻ ഉത്തരവിട്ടു. ആഹാരം പോലും സ്വയം കണ്ടെത്താൻ നിർവാഹമില്ലാത്ത ഒരു സാധു ജീവിക്ക് ആശ്രയം ഒരുക്കപ്പെട്ടതിലൂടെ നീതിയുടെ വെളിച്ചം പകരപ്പെടുവാൻ ഇടയായി തീർന്നു. നീതിക്ക് വേണ്ടി വിശക്കാനും ദാഹിക്കാനും ആഹ്വാനം ചെയ്യുന്നതിലൂടെ സമൂഹത്തിലെ ചെറിയവർക്കും ആവശ്യമായ പരിഗണന ലഭിക്കുവാനും അതുവഴി ദൈവരാജ്യ മൂല്യങ്ങൾ സമൂഹത്തിൽ നടപ്പിൽ വരുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
സമ്പത്തിനായും സന്തോഷത്തിനായും സുഖ സൗകര്യങ്ങൾക്കായും അധികാരത്തിനായുമൊക്കെ ആളുകൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാലത്തിലാണ് നാമും വസിക്കുന്നത്. എന്നാൽ അത്തരം ആഗ്രഹങ്ങളൊന്നും ജീവിതത്തിൽ നമുക്ക് സംതൃപ്തിയെ പ്രദാനം ചെയ്യുകയില്ല എന്നും നീതിക്കായുള്ള വിശപ്പും ദാഹവും മാത്രമേ തൃപ്തിയുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യൂ എന്നും യേശു പഠിപ്പിക്കുന്നു. നോമ്പ് കാലത്ത് ആഹാരപാനീയങ്ങളിൽ നാം വരുത്തുന്ന നിയന്ത്രണങ്ങളെല്ലാം നല്ലത് തന്നെ. എന്നാൽ നീതിക്കായുള്ള അടങ്ങാത്ത വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ. അതുവഴി നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും അർത്ഥവത്തായി തീരട്ടെ. നീതിക്കായുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ ഉടമകളായി സംതൃപ്തിയുള്ള ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.